നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കായിട്ടുള്ള തരിപ്പോളയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തരിപ്പോള തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ കുക്കറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. കുക്കറിനകത്തോ അതല്ലെങ്കിൽ ചായപാത്രത്തിനകത്തൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നെയ്യൊന്ന് തൂക്കി കൊടുക്കാം. കുക്കറിൻ്റെ താഴെ ഭാഗത്ത് അതുപോലെ സൈഡിലും വളരെ കുറച്ച് മാത്രം നെയ്യൊന്ന് തൂക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു പീസ് മുറിച്ചിട്ട് താഴെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റവയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ടേബിൾ സ്പൂണിനകത്ത് മെഷർ ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം കണ്ടില്ലേ, ഈ ടേബിൾ സ്പൂണിൽ ഒന്ന് മുഴുവനായിട്ട് വരുന്ന രീതിയിൽ, ഒത്തിരി കൂടുതലല്ല, ഇങ്ങനെ വരുന്ന രീതിയിൽ 8 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര, പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് പറയുന്നത് 10 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ബാറ്റർ റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് വലിയൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ടേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുക്കുന്നത്. അത്യാവശ്യം ഒരു വലിയ സൈസിലെ പോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബീറ്റർ വെച്ചിട്ടാണ് ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. ശരിക്കും ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പോള ചെയ്തെടുക്കാൻ കഴിയുക. അതല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടും ചെയ്യാം. പക്ഷേ ചില സമയത്ത് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ അത് ഒരു ദോശ ചുട്ടെടുക്കുന്ന ഒരു പാകത്തിനാണ് റെഡിയായി കിട്ടുക. ബെറ്റർ ബീറ്റർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു തവണ അടിച്ച് നന്നായിട്ട് പതഞ്ഞ് കിട്ടുമ്പോൾ ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ മുഴുവൻ ചേർത്ത് കൊടുക്കരുത്, കുറച്ചായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പകുതി ഭാഗം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ബീറ്ററിൻ്റെ ബ്ലേഡ് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ സ്പീഡിലിട്ടിട്ട് ആദ്യം നമുക്ക് അടിച്ചെടുക്കാം. പിന്നീട് നമ്മൾ സ്പീഡ് കൂട്ടി ശരിക്കും നല്ലതുപോലെ പതപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. തരിപ്പോളൊക്കെ വേണ്ടി റെഡിയാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ മുട്ട പതപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമുക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും നന്നായിട്ട് പതഞ്ഞ് നല്ല ക്രീമി ആയിട്ട്, ശരിക്കും നമ്മൾ ബ്ലേഡൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് റവ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്. റവ ആദ്യമേ തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കരുത്. വളരെ കുറച്ചായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുത്തിട്ട് കുറച്ചായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പതുക്കെ കൈ വെച്ചിട്ട് ഓരോ തവണയായിട്ട് വെതറിയതിന് ശേഷം തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഫെയിലാകാതെ നമുക്ക് നല്ല രീതിയിൽ തരിപ്പോള തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ തവി വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഒരിക്കലും കുത്തി ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ മുഴുവൻ റവയും ഇതുപോലെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിനകത്തോട്ടേക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തറയിൽ വെച്ചൊന്ന് തട്ടി എയർ ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പിൻ്റെ വിസിലും വാഷറും ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നന്നായി ടൈറ്റായിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു ഉപയോഗിക്കാത്ത ഒരു തവ ഇതുപോലെ വെച്ച് നല്ല ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്നതിന് ശേഷം കുക്കർ ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് മുന്തിരിയും അണ്ടിപ്പരിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം എന്നാണെങ്കിൽ ഒരു 10 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് ഇതിനകത്ത് കശുവണ്ടിപ്പരിപ്പും അതുപോലെയുള്ള ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റാണ് ഇത് റെഡിയായി കിട്ടാൻ എടുക്കുന്ന സമയം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 30 മിനിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ പോള ശരിക്കും നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തരിപ്പോള റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് പാത്രത്തിനകത്ത് നിന്ന് മാറ്റാം. ഇപ്പോൾ നന്നായി ചൂടാറി വന്നതിന് ശേഷം ഒന്നുകിൽ സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലെ കത്തിയോ വെച്ചിട്ട് ചെറുതായിട്ട് സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് നമുക്ക് കമിഴ്ത്തി കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബട്ടർ പേപ്പർ നമുക്ക് ഇതിനകത്ത് നിന്നൊന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇത് നല്ലതുപോലെ പൊങ്ങി അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു തരിപ്പോള റെഡിയായി കിട്ടുന്നത്. അപ്പോൾ ആ റവ ചേർത്ത് കൊടുക്കുന്നതും മുട്ട പതപ്പിച്ചെടുക്കുന്നതും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ലേ, ഇതുപോലെ നന്നായി പൊങ്ങി അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
നമ്മുടെ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കായിട്ടുള്ള തരിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കായ്പോളയും ക്യാരറ്റ് പോളയും അതുപോലെ ഇറാനി പോളയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഞാൻ പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.